ബഹുമാനപ്പെട്ട ശ്രോതാക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരളക്കരയിലെ പ്രശസ്തനായ ഒരു സിനിമാ നടനായ ബഹുമാനപ്പെട്ട ശ്രീ സലീം കുമാർ അന്തരിച്ചു. സിനിമാ ലോകത്തിന് അത് തീരാ നഷ്ടമാണ്. അദ്ദേഹം ഒരു പ്രശസ്തനാകിയാൽ വലിയ പ്രാധാന്യം ആ മരണത്തിന് ലഭിച്ചു. എന്നാൽ ഇന്നലെയും ഇന്നുമായി മറ്റു പലരും മരണപ്പെട്ടു. മരണപ്പെട്ട ബഹുമാന്യനായ ശ്രീ സലീം കുമാർ അവരോടും മരണപ്പെട്ട മറ്റുള്ളവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കടക്കാരനാണ്. എങ്ങനെ കടക്കാരനാണെന്നറിയാമോ? ഇവരിലേക്ക് സുവിശേഷം എനിക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിലയ്ക്ക് ഞാൻ കടപ്പെട്ടിരിക്കുക. മനുഷ്യന്റെ മുമ്പിൽ മാത്രമാണ് ഒരു വ്യക്തി മരിക്കുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു വ്യക്തിയും മരിക്കുന്നില്ല. യേശു ക്രിസ്തു മതത്തിൻ്റെ ഉടമസ്ഥനല്ല, മറിച്ച് മനുഷ്യൻ്റെ ഉടമസ്ഥനാകിയാൽ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ ആരും മരിക്കുന്നില്ല. മരണം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. നമ്മുടെ മരണം അവസരങ്ങളുടെ അവസാനമാണെന്ന് മാത്രം. മരണത്തിനപ്പുറം മനുഷ്യന് ഒരു ജീവിതമുണ്ട്. ഒന്നുകിൽ സ്വർഗം, അല്ലെങ്കിൽ നിത്യമായ നരകം. അത് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തിരഞ്ഞെടുക്കുന്നത് പോലെ ആയിരിക്കും. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ചും നിത്യനരകത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒരേ ഒരാൾ മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ട സ്നേഹിതരെ, പൊതുജനങ്ങളെ, നാം മരണപ്പെടുമ്പോൾ നമ്മുടെ സ്നേഹിതർക്കും സഹപ്രവർത്തകർക്കും നമ്മുടെ മരണം വരെ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. എന്നാൽ മരണത്തിനപ്പുറം നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ടത് ദൈവമാണ്. ആയതിനാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിക്കേണ്ടത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം സ്വർഗ രാജ്യത്തിൽ നിന്നും ഭൂമിയിൽ ഇറങ്ങി വന്നും മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരം ക്രൂസിൽ യേശു നിർവഹിച്ചതിനാൽ ഒരു വ്യക്തിയും നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഏതൊരു മനുഷ്യ ആത്മാവിനും ആത്മശാന്തി, നിത്യമായ സ്വർഗം ലഭിക്കുകയാണ്. ആകയാൽ ബഹുമാനപ്പെട്ട ജീവിച്ചിരിക്കുന്ന സലീം കുമാർ സാറിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും സിനിമാ മേഖലയിലുള്ള മറ്റുള്ളവരോടും പൊതുജനങ്ങളോടും ആവർത്തിച്ച് 1000-10,000 പ്രാവശ്യം അറിയിക്കട്ടെ: ആത്മാവിൻ്റെ രക്ഷ ഭൂമിയിൽ വെച്ച് നിങ്ങൾ നേടുക. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ അടുക്കലും എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദയവായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ലാത്തവരിലേക്ക് ലഭിക്കുവാൻ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.